ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ വിജയലക്ഷ്മിയുടെ മേലെ ചാരിയിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് രാധികാമ്മ. അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു, ഓക്കെ, അമ്മ പറയുന്നത് ശരിയാണ്, വിജയലക്ഷ്മി ആയിരിക്കാം ഇതിന് പിന്നിൽ. പക്ഷേ കോടതിയിൽ ഗീതുവിൻ്റേതെന്ന് പറയുന്ന ആ സമ്മതപത്രത്തിൽ ഗീതുവിന് വേണ്ടി ആരൊപ്പിട്ടു? അത് നമ്മളെ കോടതിയിൽ എത്തിച്ച് നാണം കെടുത്താൻ വേണ്ടിയിട്ട് അവൾ തന്നെ ഒപ്പിട്ടതായിരിക്കും. മറ്റാരും ഉപയോഗിച്ച് ഒപ്പിട്ട് കൊടുത്തതെങ്ങാണ്ട. അതെനിക്കങ്ങോട്ട് വിശ്വാസം പോരാട്ടോ. ആ പേപ്പർ അവളറിയാതെ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആരോ ഒപ്പിട്ടതാണ്. അപ്പോഴേക്കും വരുൺ നിന്ന് വരുങ്ങ കേട്ടോ. വരുൺ മാത്രമല്ല, രാധികാമ്മയും വരുണിൻ്റെ മുമ്പിലാണ് നമ്മുടെ ഈ ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുന്നത്. വരുണിൻ്റെ സംശയത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. രാധികാമ്മ ഗോവിന്ദിൻ്റെ മുഖത്ത് പോലും നോക്കാതെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഗോവിന്ദ് രാധികാമ്മയുടെ അരികിലേക്ക് വന്നിട്ട്, അമ്മയാണോ അത് ചെയ്തത്? അപ്പോഴേക്കും ഞെട്ടിത്തെറിച്ച് രാധിക നോക്കുക. കണ്ണാ, ഇന്നലെ കയറി വന്നവൾക്ക് വേണ്ടിയിട്ട് നീ എന്നെ സംശയിച്ച് വരെ തുടങ്ങിയോ? ഞാൻ എങ്ങനെയാണോ നിന്നെ വളർത്തിയത്? എൻ്റെ മകനേക്കാളും ഇവനേക്കാളും കൂടുതലായിട്ട് ഞാൻ നിന്നെയല്ലേ നോക്കിയത്? നിന്നെയല്ലേ ഞാൻ സ്നേഹിച്ചത്? നിന്നെയല്ലേ ഞാൻ സ്നേഹിച്ച് വളർത്തിയത്? നിന്നോട് ഞാൻ കള്ളം പറയോടാ? എത്ര വർഷമായിട്ട് നിനക്ക് എന്നെ അറിയാടാ എന്നൊക്കെ ചോദിച്ച് സെൻറ്റിമെൻറ്റ്സ് ഇറക്കുക. എന്നിട്ടും നീ എന്നെ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കരയാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു, അമ്മേ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ അങ്ങനെ ചെയ്യുന്ന നിനക്ക് തോന്നണുണ്ടോ? ഞാൻ അങ്ങനെ ചെയ്യുമോ? ഞാൻ അങ്ങനെ ചെയ്യുന്ന നിനക്ക് തോന്നണുണ്ടെങ്കിൽ നീ എന്നെ ശിക്ഷിച്ചോ? അപ്പം അമ്മയെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഒരു സംശയം ചോദിച്ചു എന്നേ ഉള്ളൂ. എന്നാലും ഞാൻ ചെയ്തതാണെങ്കിൽ അത് തുറന്ന് സമ്മതിക്കാൻ എനിക്ക് ഒരു മടിയുള്ള കൂട്ടത്തിലല്ല. പിന്നെ എന്തിനാണ് ഞാനല്ല എന്ന് തറപ്പിച്ച് പറയുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് വരുന്നത്. ഗീതുവിൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ ഗോവിന്ദ് മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു വന്നു കേട്ടോ. അപ്പോഴേക്കും ഗീതു പതുക്കെ ഗോവിന്ദിൻ്റെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങളാരും വീട്ടിൽ പോകുന്നില്ലേ? ഓ, ജഡ്ജി എന്നെ കൈകാര്യം ചെയ്യുമോ എന്നറിയാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരിക്കുന്നു അല്ലേ? ഓ, കാത്തു നിൽക്കുന്നതായിരിക്കും അല്ലേ? അതേ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ്റെ തൊട്ടരികിൽ വന്നിട്ട് പറഞ്ഞു, അതേ, ഭർത്താവിനൊപ്പം ബെഡ്റൂമിൽ കിടക്കാനായിട്ട് നിയമപരമായിട്ട് അവകാശം നേടിയ കേരളത്തിലെ ആദ്യ ഭാര്യയായിരിക്കും ഞാൻ, അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരെയും കളിയാക്കുകയാണ് കേട്ടോ. ഇടക്കാല ഉത്തരവേ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മുൻകാല പ്രാബല്യം ഉണ്ടോ? അപ്പോഴേക്കും ഗീതു ചോദിച്ചു, വേണമെന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. കണ്ണേട്ടൻ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരില്ലേ മുൻകാല പ്രാബല്യമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് ഒരു ഗോൾ അടിക്കാൻ നോക്കിയതാണ്, പക്ഷെ തിരിച്ചടിച്ചു. കോടതിയിലെ വ്യാജരേഖ സമർപ്പിച്ചതിൻ്റെ അന്വേഷണം ഉടനെ നടക്കും. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ഒരു മുൻകൂർ ജാമ്യം എടുത്ത് വെക്കുന്നത് നല്ലതാ എന്ന് രാധികയെ നോക്കിയെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദ് രാധികാമ്മ ഇങ്ങനെ നോക്കുക. അല്ല കണ്ണേട്ടാ, എന്നാലും വൃത്തികേട് കാണിച്ചാരായിരിക്കും? കണ്ണേട്ടന് വല്ല ഊഹമുണ്ടോ? എനിക്ക് ഊഹമല്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട് അതാരാ ചെയ്തത് എന്ന്. ആരാ കണ്ണേട്ടാ? ആരാ അത് ചെയ്തത്? കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസാണ്. വെറുതെ ഞാനായിട്ട് പ്രഖ്യാപിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, പോലീസ് കണ്ടെത്തട്ടെ. പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ വരുമ്പോൾ അറിഞ്ഞാൽ മതി ആരാണ് ചെയ്തതെന്നൊക്കെ എന്നും പറഞ്ഞിട്ട് ഗോവിന്ദ് വണ്ടിയിൽ കയറി അങ്ങോട്ട് പോവാണ്. ഗോവിന്ദൻ്റെ പിന്നാലെ പോകുന്നതിന് തൊട്ട് മുമ്പ് രാധിക വന്നിട്ട് ഗീതുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് റൗണ്ടിൽ നീ ജയിച്ചു, പക്ഷേ ഇനി അങ്ങോട്ടേക്ക് ജയം എനിക്കായിരിക്കും. ഇനി അങ്ങോട്ടേക്ക് നിൻ്റെ വീഴ്ചയായിരിക്കും. ഈ താലി പൊട്ടിച്ച് നിന്നെ അറക്കൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടാതെ എനിക്കിനി വിശ്രമമില്ല. ഞാൻ അടങ്ങില്ലടി എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്. ഗീതു ഒന്നും മിണ്ടിയില്ല. ഗീതു ചുമ്മാ അങ്ങനെ മിണ്ടാതെ നിന്നു. രാധിക 5 ഡയലോഗ് പറഞ്ഞിട്ട് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴേക്കും ഗീതു കൈഞ്ഞൊട്ടി വിളിച്ചു, ഹലോ, സെക്ഷൻ IPC 498A, ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനം. കേട്ടിട്ടുണ്ടാ? എത്ര വർഷം തടവും ശിക്ഷയെന്നൊക്കെ അറിയാവോ? ഭർത്താവിൻ്റെ രണ്ടാനമ്മയ്ക്ക് ഈ പ്രിയപുത്രനു എതിരെ ഞാനൊരു കേസ് ഫയൽ ചെയ്താലേ എന്നെ പുറത്താക്കുന്നതിന് മുമ്പ് നിങ്ങളകത്താകും, അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാധിക കണ്ണും തള്ളിപ്പിടിച്ച് ദേഷ്യത്തോടു കൂടി നിൽക്കുക. അതുകൊണ്ട് അടങ്ങി നിൽക്കുക, അടങ്ങി എന്ന് പറഞ്ഞിട്ട് ഗീതു പോവാണ്. അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റുമോ? 5 ഡയലോഗ് പറയുന്നത് ഞാനായിരിക്കണം അവസാനം എന്ന ആ ഒരു ഗീതുവിൻ്റെ തീരുമാനം. ഗീതു അതും വെച്ചിട്ട് അവളുടെ വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. അവരുടെ മുന്നിൽ കൂടെ ഗീതു നടന്നു പോകുന്ന ആ ഒരു പോക്കൊക്കെ ഉണ്ടല്ലോ, കിട്ടിലാണ്. ഇതേ സമയം നമ്മുടെ വിജയലക്ഷ്മി ടെൻഷൻ അടിച്ചിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ചെമ്പകശ്ശേരി തറവാടിൻ്റെ ഉമ്മറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒലാത്തുന്നുണ്ട്. ടെൻഷൻ കൊണ്ടാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ നായിക വന്നു. ഗീതു സ്കൂട്ടറിൽ വരികയാണ്. ഗീതുവിൻ്റെ ആ വരവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിജയലക്ഷ്മിക്ക് കുഞ്ഞു പിള്ളേർ ഓടി വരുന്ന പോലെ തോന്നിയിട്ട് ഇവള് വണ്ടി കൊണ്ടുവച്ച് സ്റ്റാൻഡേ വെച്ചില്ല എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ ഇറങ്ങി ഓടുകയാണ്. അയ്യോ, മെല്ലെ പതുക്കെ വീഴും എന്നൊക്കെ വിജയലക്ഷ്മി ഇങ്ങനെ പറയുക. ഗീതു ഓടി വന്ന് വിജയലക്ഷ്മിയെ കെട്ടിപ്പിടിച്ചൊരു കറക്കം. അയ്യോ, എടി തല കറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മി
ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഒക്കെ നിൻ്റെ നാവിന്ന് വിശദമായിട്ട് എനിക്ക് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വിജയലക്ഷ്മി ഇവളകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. ഗീതുവാണെങ്കിൽ പറയുന്നതിന് മുമ്പ് ചിരിയോട് ചിരിയാണ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ട്. ബാംഗ്ലൂരിലെ ഡോക്ടറുടെ മൊഴിയോടെ രാധിക അമ്മപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും വിഴുങ്ങസിയാന്നും പറഞ്ഞ് നിൽക്കുകയായിരുന്നു. വ്യാജരേഖ ചമച്ചതിന് ഇടക്കാല അന്വേഷണത്തിന് ഉത്തരവുണ്ടാകുന്ന അവർ സ്വപ്നത്തിൽ പോലും കരുതി കാണത്തില്ല. ഇക്കൂട്ടത്തിൽ ഗോവിന്ദ് സാറിൻ്റെ റൂമിൽ കൂടെ താമസിക്കാനുള്ള ഉത്തരവാണ് ഞാൻ സൂത്രത്തിൽ നേടിയെടുത്തത്. വലിയ പുള്ളിയല്ലേ. അപ്പം നിൻ്റെ ഭാര്യാധർമ്മം കൂടുതൽ സ്ട്രോങ് ആയിട്ട് തുടരാനാണ് നിൻ്റെ ഉദ്ദേശം. അപ്പോഴേക്കും കീറി നിന്ന് കളം വരച്ചിട്ട് എന്ന് പറയാം കേട്ടോ. എന്നിട്ട് അവിടെ ഇരുന്നു. 6 മാസം കൊണ്ട് ഡിവോഴ്സ് നടത്തുന്ന രാധിക വെല്ലുവിളിച്ചത്. പക്ഷെ നീ ഒന്നുകൂടി ഒന്ന് ഉത്സാഹിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞ് വളർന്നു തുടങ്ങാനും സമയമുണ്ട്. അപ്പോഴേക്കും ഗീതു ചോട്ടി കഴിഞ്ഞിട്ടു കേട്ടോ. എന്താ ദേ വലിയ പാട്ടുകാരിയൊക്കെ ആയിരിക്കും കേട്ടോ. ഇമ്മാതിരി വർത്താനം പറഞ്ഞാൽ കണ്ടല്ലോ, ദേ എല്ലാം കൂടെ കളഞ്ഞിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോവും പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗീതുവിൻ്റെ കോപം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, എടി നീ പ്രഗ്നൻ്റ് ആയാൽ അതാണ് രാധികയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പണി. ഹാ എനിക്ക് പണി കിട്ടി, അങ്ങനെ രാധികാമ്മയെ തകർക്കാനായിട്ട് നോക്കണ്ട. അപ്പോഴേക്കും വിജയലക്ഷ്മി പറഞ്ഞു, ചീറ്റിപ്പോയി. എൻ്റെ അമ്മോ, വന്ന് ഇതിൻ്റെ അടുത്ത് ഒരു കാര്യവും പറയാൻ വയ്യാത്ത അവസ്ഥയാണല്ലോ. പറഞ്ഞ അപ്പം അതിന് വേറൊരു അർത്ഥം കണ്ടുപിടിക്കും. അതെ, ഇത്രയും പ്രായമായില്ല എൻ്റെ മാഡം, ഇനിയെങ്കിലും ഒന്ന് നന്നായിക്കൂടെ? അപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞു, ആയിക്കോട്ടെ ഞാൻ നന്നാവാം, നാളെ മുതൽ നന്നാവാട്ടോ. അങ്ങനെ തമാശയൊക്കെ കഴിഞ്ഞു. നമ്മുടെ വിജയലക്ഷ്മി കുറച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞു, എന്തായാലും നമ്മളിങ്ങനെ നിന്നിട്ട് കാര്യമില്ല, രാധിക ഇനി അടുത്ത അടവുമായിട്ട് ഇറങ്ങും. അപ്പോൾ വിജയലക്ഷ്മിയോട് ഗീതി ചോദിച്ചു, എന്തായാലും 18 അടവും പയറ്റി തെളിഞ്ഞ ഒരാൾ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനു പേടിക്കണം, മാം എൻ്റെ കൂടെ ഇല്ലേ? അപ്പോഴേക്കും നമ്മുടെ വിജയലക്ഷ്മിയുടെ മുഖം അങ്ങോട്ട് മാറുകയാണ്. അപ്പം മാഡം ടെൻഷനൊന്നും അടിക്കണ്ട, കോടതി നടപടികൾ അവസാനിക്കുമ്പോഴേക്കും ദേ രാധികാമ്മ ജയിലിലെത്തിയിരിക്കും, അതോർത്ത് മാഡം പേടിക്കേണ്ട. എന്നെയും സാറിനെയും ഇല്ലാതാക്കാൻ ശ്രമിച്ച ഓരോ സംഭവവും ഞാൻ കുത്തിപ്പൊക്കി അന്വേഷണ പരിധിയിലെത്തിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് വിജയലക്ഷ്മി പറഞ്ഞു, വ്യാജരേഖ ഒപ്പിട്ട കേസ് നിൻ്റെ അച്ഛനമ്മമാരുടെ തലയിലാക്കി കൈ കഴുകാനായിട്ട് രാധിക ശ്രമിക്കും, നോക്കിക്കോ. അതാണ് തടയേണ്ടത് ആദ്യമായിട്ട്. അവർ ഈ കേസിൽ പെടാതെ സൂക്ഷിച്ചോണം. അപ്പോഴേക്കും ഗീതു പറഞ്ഞു, അവരെന്തായാലും കൂട്ടുപ്രതി ആയാലും എനിക്കൊന്നുമില്ല, കാരണം അവർ ചെയ്തതല്ലേ. എന്നെ ചതിച്ചു എന്ന് തെളിഞ്ഞാൽ ആ ബന്ധം ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അച്ഛനും അമ്മയെ ഓർത്തിട്ട് കാര്യമില്ല. പ്രിയ വിളിച്ചിട്ട് പോലും ഞാൻ ഫോൺ എടുക്കാത്തത് അതുകൊണ്ടാണ്. ഞാൻ ചെല്ലട്ടെ. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി പറഞ്ഞു, ആ ഗോവിന്ദൻ്റെ കൂടി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പ്രതിജ്ഞ എടുക്കാൻ നീയും തുടങ്ങിയോ? എടി മോളെ, അറിയാതെ വല്ല വാക്കും നമ്മുടെ നാവിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് നാക്ക് തന്നിരിക്കുന്നത്. അല്ലാതെ ഒരു പ്രതിജ്ഞ എടുത്തു എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറും അത് തന്നെ പറഞ്ഞ് ടെൻഷൻ എടുത്ത് ജീവിക്കുന്നത് മണ്ടത്തരം. എൻ്റെ ഓച്ച, നിനക്കിത് എന്തിൻ്റെ എനക്കേടാ? നിൻ്റെ ഭർത്താവ് അതുപോലെ കുറേ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇനി നീയും കൂടെ അതൊക്കെ ആവർത്തിച്ചിട്ട് നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറും കുറേ ശാപങ്ങൾ തീർത്ത് ശരശയ്യാക്കി മാറ്റരുത് നീ. ഇവൾ പറഞ്ഞത്, വിജയലക്ഷ്മി പറഞ്ഞത് എന്താണെന്ന് ഈ ഗീതുവിന് മനസ്സിലായില്ല കേട്ടോ. ഗീതു അന്തപ്പെട്ടിട്ട് ഇങ്ങനെ നോക്കുക. അല്ല, ഗോവിന്ദ് സാർ എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കില്ല എന്നൊരു ശബ്ദം എടുത്തിട്ടുണ്ട്, അല്ലാതെ വേറെന്ത് ശബ്ദമാ? വേറെന്ത് ശബ്ദമോ? അല്ല, വേറെ വല്ല പ്രതിജ്ഞ ആ ജീവിതത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിജയലക്ഷ്മി നിന്ന് പരുങ്ങുക. അതല്ലല്ലോ നമ്മുടെ വിഷയം എന്നൊക്കെ പറഞ്ഞ് ബബ്ബ വെക്കുക കേട്ടോ. ഈ യുദ്ധത്തിൽ നമ്മുടെ ശത്രുക്കൾ രാധികയും വരുണും മാത്രമാണ്, മറ്റാരുമല്ല. വ്യാജരേഖ ചമച്ചതിൽ പോലീസിൻ്റെ സംശയം അവർ 2 പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കണം. കൂട്ടുപ്രതിയായിട്ട് നിൻ്റെ അച്ഛനെ അമ്മേനെയും കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം അവരെ പ്രതികളാകും. അവർ സംശയത്തിന് അതീതമായിരിക്കണം. അവരെ ചാവേറാക്കി രക്ഷപ്പെടാൻ രാധികയെ ഒരു കാരണവശാലും അനുവദിക്കരുത് നീ. അതിന് നീയാണ് തീരുമാനിക്കേണ്ടത്, നീയാണ് പ്രവർത്തിക്കേണ്ടത്. ഗീതുവിന് ഞാൻ പറയുന്നത് മനസ്സിലായോ? യെസ്, അച്ഛനെയും അമ്മയും നമ്മുടെ കൂടെ തന്നെ നിർത്തിയിരിക്കും, നോക്കിക്കോ. ഇതേ സമയം നമ്മുടെ വിലാസിനിക്കും ഭദ്രനും ടെൻഷൻ, ഒടുക്കത്തെ ടെൻഷൻ. കോടതിയിൽ ഇപ്പോൾ എന്തായി കാണുമോ എന്തോ, ഗീതു പറഞ്ഞു കാണുമോ നമ്മളാണോ ഗീതു ഒപ്പിട്ടിട്ടില്ലാന്ന്? നമ്മുടെ കള്ളത്തരം രാധിക അറിഞ്ഞാലും ഗീതു അറിഞ്ഞാലും എന്തായാലും പ്രശ്നമാകും. അപ്പോഴേക്കും നമ്മുടെ പ്രിയ ഓടി വന്നു കേട്ടോ. രേഖേച്ചി ഇപ്പോൾ വിളിച്ചു, കോടതിയിൽ ഡിവോഴ്സ് കേസിന് സമ്മതമാണെന്ന് അറിയിച്ച് ഗീതു ചേച്ചി ഒപ്പിട്ട് കൊടുത്ത ഫോമിൽ ഗീതു ചേച്ചിയുടെ ഒപ്പല്ലായിരുന്നു എന്ന്. പെട്ടു.
എന്ന് മനസ്സിലിങ്ങനെ ഓർക്കുക കേട്ടോ. ഓ അങ്ങനെയാണോ, ആ അത് വ്യാജ ഒപ്പിട്ട് കോടതിയിൽ ഹാജരാക്കിയതാ. അതാരാ ചെയ്തതെന്ന് അറിയാനായിട്ട് കോടതി തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഭദ്രനും വിലാസിനെയും കൂടെ നിന്ന് ഞെട്ടി വിറയ്ക്കുക കേട്ടോ. പക്ഷേ പ്രിയയുടെ മുമ്പിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും അങ്ങനെയൊക്കെ ചെയ്തത് ആരായിരിക്കും എന്ന് പ്രിയയെ കാണിക്കാൻ വേണ്ടി ഇവർ ആശങ്കയോടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതാണ് ഞാനും ആലോചിക്കുന്നത്. അപ്പോഴേക്കും പ്രിയ പറഞ്ഞു, അത് ചെയ്തത് ഏത് ഫ്രോഡാണെങ്കിലും ഉറപ്പായിട്ടും കണ്ടുപിടിക്കണം. നോക്കിക്കോ, ഉറപ്പായിട്ടും കണ്ടുപിടിക്കണം. അതാരാണെന്ന് കണ്ടുകിട്ടിയാൽ അവർക്ക് ജയിൽ ശിക്ഷ ഉറപ്പാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിലാസിനി ഞെട്ടി, ഭദ്രനി ഞെട്ടി കേട്ടോ. ഞെട്ടൽ ഇവളെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ, പരസ്പരം ഇങ്ങനെ നോക്കുക. എന്തായാലും ഞാൻ ഈ കാര്യം വിനോദിനെ ഒന്ന് വിളിച്ചറിയിക്കട്ടെ കേട്ടോ എന്നും പറഞ്ഞ് വിനോദ് അങ്ങ് പോയതും ചങ്കി തീവായിട്ട് ഇങ്ങനെ നിൽക്കുക. എൻ്റെ വിലാസിനി ചതിച്ചല്ലോടീ എന്നും പറഞ്ഞിട്ട്. ഒപ്പിട്ടത് ഞാനല്ലേ, നിങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ, ഞാൻ വേണ്ട ജയിലിൽ കിടക്കാനായിട്ട്, ഞാനല്ലേ. ഭദ്രേട്ടാ, എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുമോ ഭദ്രേട്ടാ? അപ്പോഴേക്കും പോലീസൊക്കെ വരാൻ താമസിക്കും. അവർ വരുന്നതിന് മുമ്പ് സാക്ഷാൽ രാധികാമ്മ ഇങ്ങോട്ട് വരൂലേ, നമ്മളെ തട്ടിക്കളയില്ലേ. ഗീതുവിൻ്റെ ഒപ്പ് മേടിച്ച് തരാമെന്ന് പറഞ്ഞ് 50 ലക്ഷം അല്ലേ നമ്മൾ മേടിച്ചത് എന്നൊക്കെ ഭദ്രൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒരു വശത്ത് പോലീസ്, മറുവശത്ത് രാധികാമ്മയുടെ ഗുണ്ടകളും. എൻ്റെ പൊന്നെ, അതിനിടയ്ക്ക് നമ്മുടെ മോളും വരും. എൻ്റെ ഭഗവാനെ, അല്ല നമ്മളെന്തിനാ പേടിക്കുന്നത്? നമുക്ക് ബോഡി ഗാർഡ്സ് ഇല്ലേ എന്ന് നമ്മുടെ വിലാസിനി. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ബോഡി ഗാർഡ്സിനെ നിയമിച്ചത്. ഞാൻ അവരോട് ചെന്നിട്ട് നമ്മുടെ ഇടതും പലതും നിൽക്കാൻ പറയാം എന്നും പറഞ്ഞിട്ട് പോകാൻ തുടങ്ങാം. അയ്യോ എന്നെ കൊണ്ടോ, തന്നെ നിൽക്കാൻ എനിക്ക് പേടിയാണ്, നമുക്ക് ഒരുമിച്ച് പോയി ബോഡി ഗാർഡ്സിനൊപ്പം പുറത്ത് നിൽക്കാം എന്നും പറഞ്ഞ് വിലാസിനിയും ഭദ്രനും കൂടി എന്തായാലും നമ്മുടെ പുറത്തേക്ക് വന്നപ്പോൾ ഗോഡ്സ് എന്തായാലും അവന്മാരെ ഇനി പൊക്കിക്കൊണ്ട് പോയി കാണോ ആയിരിക്കും. ചിലപ്പോൾ അവർ ഗേറ്റിൽ പോയി വായി നോക്കി നിൽക്കുന്നുണ്ടാകും. നമുക്ക് റോഡിൽ പോയി നോക്കാം എന്നും പറഞ്ഞ് റോഡിലേക്ക് ഓടാൻ തുടങ്ങിയപ്പോഴാണ് ഗീതു അങ്ങോട്ടേക്ക് വരുന്നത്. ഗീതുവിനെ കണ്ടതും ഞെട്ടിത്തെറിച്ച് അവിടെ അങ്ങ് ഞെട്ടി നിന്നു. അയ്യോ അതെ വന്നു മോള് വന്നു എന്നും പറഞ്ഞിട്ട് അവിടെ നിൽക്കുക. അപ്പോഴേക്കും ഗീതു ചോദിച്ചാൽ എങ്ങോട്ടാണ് ഓടിപ്പോണേ? ഇനി രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. അതിന് ഞങ്ങളെന്തിനാ രക്ഷപ്പെടുന്നത്? ഞങ്ങൾ തടി തറക്കാനുള്ള എക്സസൈസാണെന്ന് പറഞ്ഞ് രണ്ടും കൂടെ അവിടെ നിന്ന് ചാടുക കേട്ടോ. ഈ പൊരിവെയിലത്താണോ നിങ്ങളുടെ എക്സസൈസ്? നിങ്ങളുടെ എക്സസൈസ് ശരിയാക്കി തരാം. കൊഴുപ്പ് ഉരുക്കി പോകണമെങ്കിൽ നല്ല വെയിലത്തെ എക്സസൈസ് ചെയ്യണം. ഇത്രയും കഷ്ടപ്പാടില്ലാതെ പോലീസുകാർ ഒരുക്കിക്കോളും. പോലീസുകാരോ? നീ എന്തായി പറയണത്? ഡിവോഴ്സ് പെറ്റീഷനിൽ എൻ്റെ കള്ള ഒപ്പിട്ട് കൊടുത്തത് അച്ഛനല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഭദ്രൻ കണ്ണും തള്ളി നിൽക്കും കേട്ടോ. കോടതി വഞ്ചിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്യും. അയ്യോ എൻ്റെ മോളുടെ ഒപ്പം അച്ഛനിട്ടിട്ടില്ല. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നിൻ്റെ തലയെ തൊട്ട് ഞാൻ സത്യം ചെയ്യാം. അയ്യടാ, എൻ്റെ തലയെ തൊട്ട് അങ്ങനെ സത്യം ചെയ്യണ്ട, അമ്മയുടെ തലയെ തൊട്ട് സത്യം ചെയ്യുക. അപ്പോഴേക്കും വിലാസിനി പറഞ്ഞു, അയ്യോ എന്തിനാ മടിച്ച് നിൽക്കുന്നത്? നിങ്ങൾ കള്ളയൊപ്പിട്ടിട്ടില്ലല്ലോ, ധൈര്യമായിട്ട് എൻ്റെ തലയെ കൈവയ്ക്കുക, ധൈര്യമായിട്ട് സത്യം ചെയ്തങ്ങോട്ട് കൊടുക്ക് ഭദ്രേട്ടാ എന്നും പറഞ്ഞിട്ട് തലയും കുറിച്ച് വിട്ട് നിൽക്കുക. സത്യമായിട്ട് ഞാൻ കള്ളയൊപ്പിട്ടിട്ടില്ല, സത്യം ഇത് സത്യം എന്നും പറഞ്ഞു ഭദ്രൻ. എന്നിട്ട് വിലാസിനെയും ഭദ്രനെയും കൂടെ നിന്ന് ചിരിക്കുക കേട്ടോ. അപ്പോഴേക്കും ഗീതുവിന് മനസ്സിലായി, അപ്പോൾ അച്ഛൻ പറഞ്ഞത് നുണയാണെങ്കിൽ അമ്മയുടെ തല ഇപ്പോൾ പൊട്ടിത്തെറിച്ചേനെ അല്ലേ? അതാണ് അച്ഛൻ പറഞ്ഞത് നുണയല്ല, അച്ഛൻ പറഞ്ഞത് സത്യമാണ്, കള്ളയൊപ്പിട്ടിട്ടില്ല. അപ്പോൾ പിന്നെ അച്ഛനല്ലെങ്കിൽ അത് ചെയ്യാൻ സാധ്യതയുള്ളത് അമ്മയാണ് എന്ന് ഗീതു. ഇവരുടെ ഓളല്ലേ ഗീതു. അമ്മ അച്ഛൻ്റെ തലയെ കൈവച്ചെന്ന് പറഞ്ഞേ എന്നും പറഞ്ഞ് നമ്മുടെ ഭദ്രൻ തലേ തിരുമോ. അപ്പം നിനക്ക് എന്നെ സംശയമാണോടി? സംശയിക്കണം. അമ്മ സത്യം ചെയ്ത് കാണിക്കുക. ഞാൻ സത്യം ചെയ്യും, ഒന്നും സംഭവിക്കത്തില്ല, സത്യം ചെയ്യലേ എന്ന് പറഞ്ഞ് ഭദ്രൻ. അങ്ങനെ വിലാസിന് സത്യം ചെയ്യാൻ പോയപ്പോൾ എൻ്റെ തല പൊട്ടിത്തെറിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഭദ്രൻ. അപ്പോൾ അമ്മയാണല്ലേ എനിക്ക് പകരം ഒപ്പിട്ടത്. വ്യാജ ഒപ്പിട്ട് കോടതിയെ പറ്റിക്കാൻ ശ്രമിച്ചതിന് എന്താ ശിക്ഷ എന്ന് അമ്മയ്ക്കറിയാവോ? 7 വർഷം തടവും പിഴയും. കേട്ടിട്ടുണ്ടോ? അപ്പോഴേക്കും നമ്മുടെ വിലാസിനി ഭദ്രനും കൂടി ഈ പിഴയടയ്ക്കാൻ കാശില്ലെങ്കിലോ 2 വർഷം കൂടി അകത്ത് കിടക്കാം. അത്രയുള്ളോ വിലാസിനി? നമുക്ക് ഈ പിഴ കൊടുത്തിട്ടുള്ള ആനുകൂല്യം ഒന്നും വേണ്ട എന്ന് വെച്ചാൽ ഞാനങ്ങ് ജയിലിൽ കിടക്കണം അല്ലേ? ഞാനങ്ങ് ജയിലിൽ പോകത്തില്ല, എനിക്ക് പോരാ നിങ്ങൾ പോകണം. ഞാനല്ലല്ലോ പോണത്. എൻ്റെ പൊന്നുമോളെ, ഇങ്ങനെ നിർബന്ധിച്ചപ്പോൾ അമ്മ ചെയ്തു പോയതാ. അയ്യോ വെറുതെ മോളെ, എനിക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ട് കാര്യമില്ല, അന്വേഷണം വരും, പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അയ്യോ എടി, ടി വിയിലൊക്കെ വാർത്ത കാണിക്കൂടി, നീ സെലിബ്രേറ്റ് ആകും. കൊള്ളയൊപ്പിട്ട് മോളുടെ ജീവിതം തുളച്ചോളാണോ സെലിബ്രേറ്റ് ചെയ്യുന്നും പറഞ്ഞ് നമ്മുടെ വിലാസിനി കരയുക. ഭദ്രൻ, വിലാസിനി നീ കരയല്ലേ? അയ്യോ എൻ്റെ ജീവിതം പട്ടുസാരി മേക്കപ്പും ഇല്ലാതെ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ചിട്ടാണ് നമ്മുടെ വിലാസിനി കരയുന്നത്.
ജയിലിൽ വെള്ളേ കിട്ടുള്ളൂ, എൻ്റെ പൊന്നു മോളല്ലേടാ, അമ്മ എങ്ങനെയെങ്കിലും രക്ഷിക്കടാ എന്ന് പറഞ്ഞിട്ട് കാല വീഴുക. നമ്മുടെ ഗീതുവിൻ്റെ കാല വീഴുവാണ് വിലാസിനെ. അപ്പം ഗീതു ഇങ്ങനെ ആലോചിക്കുന്ന പോലെ രക്ഷപ്പെടാനായിട്ട് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അന്വേഷണം വന്നു കഴിയുമ്പോൾ ഒപ്പിട്ടത് അമ്മയാണെന്ന് അമ്മ പറയരുത്. അപ്പം കുഴപ്പമില്ലല്ലോ, അമ്മയാണെന്ന് ആരറിയാൻ പോണു? പറഞ്ഞത് മനസ്സിലായോ? ഒപ്പിട്ടത് അമ്മയാണെന്നും അതിന് കൂട്ടു നിന്നതും അച്ഛനാണെന്നും മറ്റാരും അറിയരുത്. ഞങ്ങൾ കമാന്നൊരക്ഷരം മിണ്ടത്തില്ല. നിങ്ങൾ കമാന്നക്ഷരം മിണ്ടത്തില്ല. അപ്പോഴാണ് നമ്മുടെ ഭദ്രനെ രാധിക വിളിക്കുന്നത്. അയ്യോ, രാധികാമ്മ. അപ്പോഴേക്കും ഗീതു പറഞ്ഞു, രാധികാമ്മയുടെ കോളല്ലേ? അതെ മോളെ, അതെ. ഒപ്പിട്ടത് നിങ്ങളാണെന്ന് തെളിവിന് വേണ്ടി വിളിക്കുന്നത് അവർ. നിങ്ങൾ പറയുന്നത് റെക്കോർഡ് ചെയ്ത് കോടതിയിലെത്തിച്ച് നിങ്ങളെ പ്രതികളാക്കാൻ വേണ്ടിയിട്ടാണ് രാധികാമ്മയുടെ ലക്ഷ്യം. നിങ്ങൾ ഒരു കാരണവശാലും സമ്മതിച്ചേക്കല്ല. അച്ഛനും അമ്മയും അതിൽ വീഴരുത്. അപ്പോഴേക്ക് ഇല്ല, വീഴില്ല. ഒപ്പിട്ടത് അമ്മയാണെന്ന് ഒരു വാക്ക് അവർക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയാൽ അമ്മ പ്രതിയും അച്ഛൻ കൂട്ടുപ്രതിയായിട്ട് രണ്ടും ജയിലിൽ കിടക്കണ ഒരവസ്ഥയിലേക്ക് പോകും. ഇല്ല മോളെ, ഞങ്ങളൊന്നും പറയത്തില്ലേ, സത്യമായിട്ടും ഒന്നും പറയത്തില്ല. അപ്പോൾ തൽക്കാലം രാധികാമ്മയുടെ കോൾ എടുക്കണ്ട. ഞാൻ അറക്കിലെത്തിയതിന് ശേഷം അച്ഛനെ വിളിക്കാം, അന്നേരം തിരിച്ച് രാധികാമ്മയെ വിളിക്കണം. പക്ഷേ ഒപ്പിട്ട കാര്യമേ പറയരുത്. രാധികാമ്മ എത്ര തന്ത്രപരമായിട്ട് ചോദിച്ചാലും അതേക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന രീതിയിൽ വേണം നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാൻ വേണ്ടിയിട്ട്. അയ്യോ, ഞങ്ങൾ മോള് പറയുന്ന പോലെ കേട്ടോളാം, ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കും മോളെ, എങ്ങനെയെങ്കിലും രക്ഷിക്കുക. ഞാൻ പറയുന്ന അനുസരിച്ചാൽ ഈ കേസിൽ നിന്ന് നിങ്ങളെ ഞാൻ രക്ഷിച്ചെടുക്കാം, അല്ലാതെ രക്ഷയില്ല കേട്ടോ, അല്ലെങ്കിൽ രണ്ടാളും ജയിലാവേ. അപ്പോഴേക്കും വേണ്ട മോളെ, വേണ്ട, ഞങ്ങൾ ജയിലിൽ പോകണ്ടെന്നും പറഞ്ഞിട്ട് ഇവളുടെ കയ്യിലെ പിടിച്ചുകൊണ്ട് നിൽക്കുക. എന്തായാലും ഗീതു വലിയ രാജ്ഞിയായിട്ട് എല്ലാവരും നമ്മുടെ വിലാസിനിയുടെ ഭദ്രൻ്റെയൊക്കെ മുമ്പിൽ ഗീതു ജയിച്ച് അച്ഛനെ അമ്മേൻ്റെ രക്ഷിക്കുന്ന മോളായിരിക്കല്ലേ, തലയുയർത്തി പിടിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോവാം. വിലാസിനി എന്തായാലും അവൾക്ക് നമ്മളോട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ പിന്നെ അവളെ രക്ഷിക്കാൻ ശ്രമിക്കില്ലല്ലോ. അപ്പോൾ വിലാസിനി പറഞ്ഞു, അവളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ഇതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവളിനി നമ്മളെ കൊണ്ട് എന്തൊക്കെ അടിമപ്പണി ചെയ്യിക്കുന്നത് കണ്ടറിയണം. എന്തായാലും ജയിലിൽ പോയി കിടന്നുള്ള പണികൾ ചെയ്യുന്നതിനേക്കാൾ ഭേദമായിരിക്കില്ലേ അവൾ ചെയ്യിപ്പിക്കുന്ന അടിമപ്പണി. എന്തായാലും ഈശ്വരാ, ഞങ്ങളെ ജയിലിലേക്ക് വിടാതെ കാത്തോണേ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയിലാണ് വിലാസിനിയും ഭദ്രനും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദാണ്. ഓഫീസിലാണോ? ഗോവിന്ദ് ഒരിച്ചിരി ദേഷ്യത്തിലാണ് കേട്ടോ. കോടതിയിൽ നടന്ന ഓരോ കാര്യങ്ങളും ഓഫീസിലെത്തി അവൻ ഓർക്കുകയാണ്. അവൻ ആകെ ടെൻഷൻ അടിച്ച് അച്ഛൻ്റെ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് പറയാണ്, എനിക്ക് ആരെ വിശ്വസിക്കണം എന്നറിയില്ല അച്ഛാ, എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. തല പെരുത്തിരിക്കുമ്പോൾ അത് മാറാൻ, ഒന്ന് ദേഷ്യപ്പെടാൻ, ഒന്ന് ചീത്ത വിളിക്കാൻ പോലും ആരുമില്ലല്ലോ അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മാധവ മുതലാളിയുടെ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ചീത്ത വിളിക്കാൻ പറ്റിയ ഒരാളെത്തിയിരിക്കുന്നത്. നമ്മുടെ കിഷോറാണ്. കിഷോർ അങ്ങോട്ടേക്ക് വന്നിട്ട് മേ കം ഇൻ സാർ എന്നിങ്ങനെ ചോദിക്കുകയാണ്. കിഷോറിന് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ ഫോട്ടോയിലേക്ക് എന്നിട്ട് ഗോവിന്ദ് നോക്കിയിട്ട് കറക്റ്റ് സമയത്തിന് പറ്റിയ ആളെ തന്നെ കിട്ടി. താങ്ക്സ് അച്ഛാ, താങ്ക്സ്. എൻ്റെ പൊന്നെ, നമ്മുടെ ഗോവിന്ദ് കിഷോറിനെ കയറി വാ മോനെ എന്ന രീതിയിൽ ഇങ്ങനെ വിളിക്കുക, കയറി വാ. എന്തായാലും ഇന്ന് അവന് കോളാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി യു. താങ്ക് യു.